ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ള ആദ്യത്തെ ടോപ്പിക്കാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈൻസ്. ഇപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പ്രൊട്ടക്ഷൻ ഓഫ് ആൾട്ടർനേറ്റേഴ്സും അതേപോലെ പ്രൊട്ടക്ഷൻ ഓഫ് ട്രാൻസ്ഫോമേഴ്സൊക്കെ ഡിസ്കസ് ചെയ്തു. ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ലൈൻസ്. ഇപ്പോൾ ലൈൻസിൻ്റെ പ്രൊട്ടക്ഷൻ്റെ കോമൺ മെത്തേഡ്സാണ്: ഒന്ന് ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനും, രണ്ട് ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും, മൂന്ന് ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷനും. ഇതിൽ ഡിസ്റ്റൻസ് പ്രൊട്ടക്ഷനും അതേപോലെ ഡിഫറൻഷ്യൽ പ്രൊട്ടക്ഷനും നമ്മൾ മുൻ ടോപ്പിക്കുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതുകൊണ്ട് ഇനി നമ്മൾ എന്ത് ചെയ്യില്ല, അത് വീണ്ടും ഈ ലൈൻസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ല. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനാണ്. അപ്പോൾ ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷനിൽ, ഈ ഒരു സ്കീം ഓഫ് പ്രൊട്ടക്ഷനിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ റിലേൻ്റെ ടൈം സെറ്റിങ് നമ്മൾ ഗ്രേഡ് ചെയ്ത് വെക്കും. ഓരോ ഗ്രേഡ് ആക്കിയിട്ട് വെക്കും. അതായത് എന്തെങ്കിലും ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്മാളസ്റ്റ് പോസിബിൾ പാർട്ടിനെ മാത്രം ഐസൊലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഐസൊലേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മളെന്ത് ചെയ്യും, ഈ റിലേൻ്റെ ടൈം സെറ്റിങ് ഗ്രേഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഒരുപാട് റിലേ ഉണ്ടാകും. ഓരോ റിലേൻ്റെയും ടൈം എന്ന് പറഞ്ഞാൽ, ആദ്യത്തെ റിലേൻ്റെ ടൈം എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, ചിലപ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. പിന്നീട് ഇങ്ങനെ കുറഞ്ഞു വരുന്ന രീതിയിൽ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ എന്തെങ്കിലും ഫോൾട്ട് ഏറ്റവും എൻഡിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യം അതിനോടടുത്തുള്ള സർക്യൂട്ട് ബ്രേക്കറുകൾ മാത്രം, അല്ലെങ്കിൽ റിലേ മാത്രം വർക്ക് ചെയ്യുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യും, ഓരോ റിലേ നമ്മൾ ഗ്രേഡ് ചെയ്ത് വെക്കും. അപ്പോൾ ഇതാണ് ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നമ്മൾ പറയുന്നത്. ഇതിൽ ഓരോ സിസ്റ്റത്തിലും നമ്മൾ നോക്കുകയാണ് എങ്ങനെയാണ് ഓരോ സിസ്റ്റത്തിലും അല്ലെങ്കിൽ ഓരോ ഫീഡറിലും നമ്മൾ ഈ ഒരു ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നടപ്പാക്കുന്നത് നോക്കാം. ഇപ്പോൾ റേഡിയൽ ഫീഡർ എന്ന് പറഞ്ഞാൽ ശരിക്കും ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് റേഡിയൽ സിസ്റ്റം ഈസ് ദാറ്റ് പവർ ക്യാൻ ഫ്ലോ ഓൺലി ഇൻ വൺ ഡയറക്ഷൻ. നമ്മൾ റേഡിയൽ ഫീഡറിൽ അല്ലെങ്കിൽ റേഡിയൽ സിസ്റ്റത്തിൽ പവർ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ സപ്ലൈൻ്റെ കണ്ടിന്യൂറ്റി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ റേഡിയൽ ഫീഡറിൽ നമുക്ക് രണ്ട് രീതിയിൽ ഈ ഒരു ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ നടപ്പാക്കാൻ പറ്റും, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അച്ചീവ് ചെയ്യാൻ പറ്റും. ഒന്നാമതാണ് ഡെഫിനിറ്റ് ടൈം റിലേയും, രണ്ടാമതാണ് ഇൻവേഴ്സ് ടൈം റിലേ. അപ്പോൾ ആദ്യം നോക്കുക, ഡെഫിനിറ്റ് ടൈം റിലേ നോക്കുക. ഡെഫിനിറ്റ് ടൈം റിലേ എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ ഒരു ഫിഗർ നിങ്ങൾ കാണാൻ പറ്റും. ഈ ഒരു ഫിഗറിൽ നമ്മളെവിടെയാണ് ജനറേറ്റർ ഉണ്ട്, ഇവിടെ ട്രാൻസ്ഫോമർ നമ്മൾ വെച്ചിട്ടുണ്ട്. അതിന് ശേഷമുള്ള അങ്ങനെ ഇത് ചെയ്ത് പോവുകയാണ്, കറണ്ട് പാസ് ചെയ്തിട്ട് ഫീഡർ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മളൊരു സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. ഡി എന്നുള്ള ഭാഗത്തൊരു സർക്യൂട്ട് ബ്രേക്കർ വെച്ചിട്ടുണ്ട്. അതിൻ്റെ ടൈം ഓഫ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡാണ്. പിന്നെ സിയിലുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ 1 സെക്കൻഡാണ്. പിന്നെ ബിയിൽ 1.5 സെക്കൻഡ്, എയിൽ 2 സെക്കൻഡ്. അതായത് ട്രാൻസ്ഫോമറിൻ്റെയും ജനറേറ്ററിൻ്റെയും ഭാഗത്തേക്ക് വരുന്നിടത്തോളം ഈ റിലേൻ്റെ സമയം അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ത് ചെയ്യും, കൂടി വരും. അതാണ് ശരിക്കും നമ്മൾ ഡെഫിനിറ്റ് ടൈം റിലേസിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഓപ്പറേറ്റിംഗ് കറണ്ടിനൊന്നും എന്ത് ചെയ്യുന്നില്ല, ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. എപ്പോഴും ടൈം ഓഫ് ഓപ്പറേഷൻ ഫിക്സഡ് ആയിട്ട് നമ്മൾ വെച്ചു. അപ്പം എത്ര വലിയ കറണ്ട് ആണെങ്കിലും, എത്ര ചെറിയ കറണ്ട് ഫോൾട്ട് കറണ്ട് ആണെന്നുണ്ടെങ്കിലും, ഈ ഒരു പർട്ടിക്കുലർ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യും, നമ്മൾ റിലേ ഓപ്പറേറ്റ് ചെയ്യും. അപ്പോൾ ഏറ്റവും ലാസ്റ്റുള്ള 0.5 സെക്കൻഡ്, പിന്നെ ഇങ്ങനെ സക്സസീവായിട്ട് 0.5 സെക്കൻഡ് കൂടി ലെഫ്റ്റ് സൈഡിലോട്ട് ട്രാൻസ്ഫോമറിൻ്റെ അടുത്തോട്ട് വരുന്നിടത്തോളം എന്ത് ചെയ്യും, ഈ ഇതിൻ്റെ ഡിലേ കൂടി വരും. അപ്പോൾ അങ്ങനെ ഏറ്റവും എൻഡിൽ 0.5 സെക്കൻഡും ഇവിടെ എത്തുന്ന സമയത്ത് 2 സെക്കൻഡാണ് നമ്മളിവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഡിസ്റ്റൻസ് കുറഞ്ഞിടത്തോളം, അതായത് ട്രാൻസ്ഫോമർ എന്നുള്ള ഡിസ്റ്റൻസ് കുറഞ്ഞിടത്തോളം ഓപ്പറേറ്റിംഗ് ടൈം എന്ത് ചെയ്യും, കൂടി വരുന്ന രീതിയിലാണ് കൊടുത്തിട്ടുള്ളത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നമ്മൾ ഈ ഡി എന്നുള്ള ഭാഗത്തൊരു ഫോൾട്ട് സംഭവിച്ചു എന്ന് കരുതുക. ഡി എന്നുള്ള ഭാഗത്തൊരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ, റേഡിയൽ ഫീഡർ ആണല്ലോ, അപ്പോൾ ഡി എന്നുള്ള ഭാഗത്തൊരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ഈ ഫോൾട്ടിനെ ആര് ക്ലിയർ ചെയ്യും, ഈ 0.5 സെക്കൻഡുള്ള ഈ റിലേ എന്ത് ചെയ്യും, ആ റിലേയും അതേപോലെ സർക്യൂട്ട് ബ്രേക്കറും ക്ലിയർ ചെയ്യും. കാരണം എന്താ വെച്ചാൽ ഇതിനാണ് ഏറ്റവും കുറഞ്ഞ ഓപ്പറേറ്റിംഗ് ടൈമിൽ 0.5 സെക്കൻഡ് കൊണ്ട് ആരും ഓപ്പറേറ്റ് ചെയ്യും, ഈ റിലേ ഡിയിലുള്ള റിലേ സിസ്റ്റം സർക്യൂട്ട് ബ്രേക്കർ ഓപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ആ 0.5 സെക്കൻഡിനുള്ളിലും നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇത് ഓപ്പറേറ്റ് ചെയ്തിട്ടും നമ്മളെ ഫോൾട്ട് ക്ലിയർ ആയിട്ടില്ലെങ്കിൽ ആരും ഓപ്പറേറ്റ് ആകും. 1 സെക്കൻഡ് കഴിഞ്ഞാൽ സി ഓപ്പറേറ്റ് ആകും. അതും കഴിഞ്ഞിട്ട് ഇതും സി ഓപ്പറേറ്റ് ചെയ്തിട്ടില്ല അല്ലാന്നുണ്ടെങ്കിൽ, പിന്നെ സി ഓപ്പറേറ്റ് ചെയ്ത് 1 സെക്കൻഡ് കഴിഞ്ഞു, നമ്മൾ ഫോൾട്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ 1.5 സെക്കൻഡ് കഴിഞ്ഞാൽ ഈ ബി എന്നുള്ള ഭാഗത്തുള്ള അത് വർക്ക് ചെയ്യും. 1.5 സെക്കൻഡ് കഴിഞ്ഞിട്ടും നമ്മൾ ഫോൾട്ട് ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ഈ 2 സെക്കൻഡ് കഴിയുന്ന സമയത്ത് സർക്യൂട്ട് ബ്രേക്കർ എയിലുള്ള സർക്യൂട്ട് ബ്രേക്കർ എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും.
അപ്പോൾ ഇത് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇപ്പോൾ ഡിയിലുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിയിലൊരു ഫോൾട്ട്, ഈ ഒരു ഭാഗത്തൊരു ഫോൾട്ട് വന്നാൽ അതിന് കറസ്പോണ്ടിങ് ഈ ഒരു സർക്യൂട്ട് ബ്രേക്കർ മാത്രമേ ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അതുകൊണ്ട് ഡി എന്നുള്ള സിസ്റ്റത്തിനെ മാത്രം, ഡി എന്ന പാർട്ടിനെ മാത്രം നമുക്ക് സിസ്റ്റത്തിൽ നിന്ന് ഐസൊലേറ്റ് ചെയ്ത് കളയാൻ പറ്റും. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഭാഗത്തിലുള്ള കറണ്ടിൻ്റെ കണ്ടിന്യൂറ്റിന് എന്തെങ്കിലും അത് ബാധിക്കില്ല. അപ്പോൾ ഇതാണ് നമ്മൾ റേഡിയൽ ഫീഡർ സിസ്റ്റത്തിൽ ഈ ടൈം ഗ്രേഡഡ് ഓവർ കറണ്ട് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ. ഇനി ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഈ സിസ്റ്റത്തിന് ഉണ്ടാകുന്ന ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഒരുപാട് ഫീഡറുകൾ സീരീസിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ ഈ സപ്ലൈ എൻഡിലുള്ള അല്ലെങ്കിൽ ട്രാൻസ്ഫോമറിൻ്റെ ആ ഭാഗത്തുള്ള അല്ലെങ്കിൽ സപ്ലൈ എൻഡിലുള്ള റിലേൻ്റെ അല്ലെങ്കിൽ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം അല്ലെങ്കിൽ ട്രിപ്പിംഗ് ടൈം എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും. കാരണം അതിനേക്കാളൊക്കെ ഇങ്ങനെ ഇത് കൂടിയാണ് ഏറ്റവും എൻഡിൽ ഒരുപാട് സർക്യൂട്ട് ബ്രേക്കറിന് അതിനേക്കാളൊക്കെ ഡിലേ ടൈം ആർക്ക് വരണം, ശരിക്കും ഈ എൻഡിലുള്ള സപ്ലൈ എൻഡിലുള്ള ആൾക്കുള്ള റിലേക്ക് എന്ത് വരണം, അത്രയും ഫോൾട്ട് വരണം, അത്രയും ട്രിപ്പിംഗ് ടൈം വരണം. സോ അപ്പോൾ അതാണ് ഇതിൻ്റെ ട്രിപ്പിംഗ് ടൈം. എന്ത് ചെയ്യും, ട്രിപ്പിംഗ് ടൈം കൂടും. ഇങ്ങനെ ഒരുപാട് എണ്ണം സീരീസ് ആയിട്ടുള്ള ഫീഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ സപ്ലൈൻ്റിലുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം അല്ലെങ്കിൽ ട്രിപ്പിംഗ് ടൈം എന്ത് ചെയ്യും, കൂടും. ഇതാണ് ഇതിൻ്റെ ഡിസഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ഇതിന് നോട്ട് കൂടി ശ്രദ്ധിക്കുക. ഡെഫിനിറ്റ് ടൈം റിലേസിൽ the time of operation of each relay is fixed and is independent of operating current. Thus, relay D has an operating time of 0.5 second, while for other relays, time delay is successively increased by 0.5 second. നമ്മൾ ഓരോ റിലേൻ്റെയും ടൈം ഓഫ് ഓപ്പറേഷൻ നമ്മൾ എന്ത് ചെയ്യും, ഫിക്സ് ചെയ്തിട്ട് വെക്കും. ആൻഡ് ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് കറണ്ട്. നമ്മൾ ഓപ്പറേറ്റിംഗ് കറണ്ടിനനുസരിച്ചല്ല, ഇതിൽ എത്ര ഫോൾട്ട് കറണ്ട് വരുന്നു അതിനനുസരിച്ചല്ല നമ്മൾ ടൈം ഓഫ് ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് വെക്കുന്നത്. എത്ര ചെറിയ ഫോൾട്ട് കറണ്ട് വന്നാലും എത്ര വലിയ ഫോൾട്ട് കറണ്ട് വന്നാലും ഈ ഒരു ഫിക്സ് ചെയ്ത സമയം കഴിഞ്ഞാലേ നമ്മളെ റിലേ വർക്ക് ചെയ്യുള്ളൂ. The relay D has an operating time of 0.5 second, while for other relays the time delay is successively increased by 0.5 second. D എന്നുള്ള റിലേ ഓപ്പറേറ്റിംഗ് ടൈം 0.5 സെക്കൻഡ് ആണ്. എന്നാലും മറ്റ് റിലേകൾക്ക് ടൈം ഡിലേ എന്ത് ചെയ്തു, 0.5 സെക്കൻഡ് ഇങ്ങനെ സക്സസീവ്ലി ഇൻക്രീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇഫ് എ ഫോൾട്ട് ഒക്കേഴ്സ് ഇൻ ദ സെക്ഷൻ ഡി എന്നുള്ള സ്ഥലത്ത് ഒരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ക്ലിയർഡ് ഇൻ 0.5 സെക്കൻഡ്. അതെന്ത് ചെയ്യും, ഒരു 0.5 സെക്കൻഡിൻ്റെ ഉള്ളിൽ അത് ക്ലിയർ ചെയ്യും. കാരണം നമ്മൾ അതിനോടനുബന്ധിച്ചുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ ടൈമിംഗ് എന്ന് പറഞ്ഞാൽ 0.5 സെക്കൻഡാണ്. ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ബൈ ദ റിലേ ആൻഡ് സർക്യൂട്ട് ബ്രേക്കർ ഡി ബിക്കോസ് ഓൾ അതർ റിലേ ഹാവ് ഹയർ ഓപ്പറേറ്റിംഗ് ടൈം. കാരണം മറ്റുള്ള റിലേകൾക്ക് അതിനേക്കാളും ഓപ്പറേറ്റിംഗ് ടൈം ഉള്ളതുകൊണ്ട് തന്നെ ആദ്യത്തെ ഡി എന്നുള്ളതിൽ റിലേ വർക്ക് ചെയ്യും. ഇൻ ദിസ് വേ ഓൺലി സെക്ഷൻ ഡി ഓഫ് ദ സിസ്റ്റം വിൽ ബി ഐസൊലേറ്റഡ്. അതുകൊണ്ട് ഈ സിസ്റ്റത്തിൽ ഡി എന്നുള്ള ഭാഗം മാത്രം എന്ത് ചെയ്യുള്ളൂ, ഐസൊലേറ്റ് ചെയ്യുള്ളൂ. ഇഫ് ദ റിലേ അറ്റ് ഡി ഫെയിൽസ് ടു ട്രിപ്പ്, എന്തെങ്കിലും കാരണവശാൽ ഡി എന്നുള്ള റിലേ എന്ത് ചെയ്തു, ട്രിപ്പ് ചെയ്തില്ല, അത് ഫെയിൽ ചെയ്തു, ദ റിലേ അറ്റ് സി വിൽ ഓപ്പറേറ്റ് ആഫ്റ്റർ 1 സെക്കൻഡ് ഫ്രം ദ ഓക്കറൻസ് ഓഫ് ഫോൾട്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ഡി വർക്ക് ചെയ്തില്ല, അതിൻ്റെ ബാക്കിലുള്ള സി ഒരു സെക്കൻഡ് കഴിഞ്ഞുകൊണ്ട്, ഒരു സെക്കൻഡിന് ശേഷം ഫാൾട്ട് സംഭവിച്ച ഒരു സെക്കൻഡിന് ശേഷം അത് ഡി ക്ലിയർ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ സി എന്ത് ചെയ്യും, ഓപ്പറേറ്റ് ചെയ്യും. ലാസ്റ്റ് പോയിന്റ് പറഞ്ഞത് ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് സിസ്റ്റം ഇസ് ദാറ്റ് ഇഫ് ദർ ആർ നമ്പർ ഓഫ് ഫീഡേഴ്സ് ഇൻ സീരീസ് ദ ട്രിപ്പിംഗ് ടൈം ഫോർ ഫാൾട്ട് നിയർ ദ സപ്ലൈ ആൻഡ് ബിക്കംസ് ഹൈ. ഒരുപാട് ഫീഡേഴ്സ് സീരീസിലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ സപ്ലൈൻ്റെ അടുത്തുള്ള സർക്യൂട്ട് ബ്രേക്കറിൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഭാഗത്തുള്ള റിലേ കോയിലിൻ്റെ ട്രിപ്പിംഗ് ടൈം എന്ത് ചെയ്യും, ഒരുപാട് ഹൈ ആകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് റേഡിയൽ ഫീഡറിൻ്റെ കേസിൽ പറയാനുള്ളത്. ഇനി നമുക്ക് പറയാനുള്ളത് ഇൻവേഴ്സ് ടൈം റിലേ ആണ്. ഇൻവേഴ്സ് ടൈം റിലേ. അപ്പോൾ ഇൻവേഴ്സ് ടൈം റിലേ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു, നേരത്തെ കേസിൽ ഒരു ഫോൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ ആ ഫോൾട്ട് ക്ലിയർ ചെയ്യുന്നത് എപ്പോഴും ഒരു ഫിക്സ്ഡ് ടൈമിലാണ്. ആ ഫിക്സ്ഡ് ടൈമിന് അത് എത്ര വലിയ ഫോൾട്ടാണെങ്കിലും എത്ര ചെറിയ ഫോൾട്ടാണെങ്കിലും ആ 0.5 സെക്കൻഡിനുള്ളിൽ മാത്രം അല്ലെങ്കിൽ 1 സെക്കൻഡിനുള്ളിൽ മാത്രം എന്ത് ചെയ്യുള്ളത്, ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. ആ രീതിയിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. എന്നാൽ ഇവിടെ എന്ന് പറഞ്ഞാൽ റിലേ ഓപ്പറേറ്റ് ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓരോ റിലേൻ്റെ ഓപ്പറേറ്റിംഗ് ടൈം എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഓപ്പറേറ്റിംഗ് കറണ്ട് ആവും. ഓപ്പറേറ്റിംഗ് കറണ്ടിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയ രീതിയിലാണ് എന്ത് ചെയ്യുക, അത് വർക്ക് ചെയ്യാം. ഇപ്പോൾ ഡിസ്റ്റൻസ് കൂടുന്നിടത്തോളം ഓപ്പറേറ്റിംഗ് ടൈം എന്തെങ്കിലും കൂടും. അപ്പോൾ ഈ ഒരു ഫിഗർ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. ഇപ്പോൾ ഇവിടെ സി എന്നുള്ളത് ഇതാണ് ഏറ്റവും എൻഡിലുള്ളത്. സി എന്താണ്, ഡിസ്റ്റൻസ് കൂടുമ്പോൾ ഓപ്പറേറ്റിംഗ് ടൈം കൂടുന്നുണ്ട്. പക്ഷേ ഓപ്പറേറ്റിംഗ് ടൈം ഏറ്റവും കുറവ് ആർക്കാണ്, സിക്കാണ്, പിന്നെ ബിക്കാണ്. ഏറ്റവും കൂടുതൽ ഓപ്പറേറ്റിംഗ് ടൈം ഉള്ളത് എക്കാണ്. അപ്പോൾ ഇവിടെ ഓപ്പറേറ്റിംഗ് കറണ്ടിനെ കൂടി എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ്. നേരത്തെ നമ്മൾ ഒരു 0.5 സെക്കൻഡ് നമ്മൾ സെറ്റ് ചെയ്തിട്ട് അത് എത്ര വലിയ ഫോൾട്ട് ആണെങ്കിലും എത്ര ചെറിയ ഫോൾട്ട് ആണെങ്കിലും ആ 0.5 സെക്കൻഡ് കഴിഞ്ഞാൽ അത് വർക്ക് ചെയ്യുള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എത്ര ഓപ്പറേറ്റിംഗ് കറണ്ട് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആയിട്ടായിരിക്കും ചെയ്യുന്നുണ്ടാവും, ഓരോ റിലേസും വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ അത് 3 റിലേസ് എ ബി സി ആർ അസ്യൂംഡ് ഹാവ് എൻ ഇൻവേഴ്സ് ടൈം ക്യാരക്ടറിസ്റ്റിക്സ്. ഇഫ് എ ഫോൾട്ട് ഒക്കേഴ്സ് അറ്റ് സെക്ഷൻ ബി സി ബ്രേക്കർ അറ്റ് ബി വിൽ റിപ്പോർട്ട് ബിഫോർ ദ ബ്രേക്കർ അറ്റ് എ. അപ്പോൾ ഇവിടെ നമ്മൾ അങ്ങനെ തന്നെയാണ്. എ ബി എന്നുള്ള ഭാഗത്തൊരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ
ബി സി എന്നുള്ള ഭാഗത്തൊരു ഫോൾട്ട് സംഭവിച്ചു കഴിഞ്ഞാൽ ആദ്യം ബി എന്നുള്ള സർക്യൂട്ട് ബ്രേക്കർ അതെയും ട്രിപ്പ് ചെയ്യും. എ എന്നുള്ള ആൾ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് ബി എന്നുള്ള ആൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ബ്രേക്ക് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ഇവിടെ ഇൻവേഴ്സ് ടൈം റിലേ നേരത്തെ നമ്മൾ പറഞ്ഞ സമയത്തുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ അവിടെ എന്തുണ്ടായിരുന്നു, ഡെഫിനിറ്റ് ടൈം റിലേസിൽ എപ്പോഴും ഒരു ഡെഫിനിറ്റ് ടൈം ഉണ്ട്. അത് എത്ര വലിയ ഓപ്പറേറ്റിംഗ് കറണ്ട് ആണെങ്കിലും എത്ര വലിയ ചെറിയ ഓപ്പറേറ്റിംഗ് കറണ്ട് ആണെന്നുണ്ടെങ്കിലും ഫോൾട്ട് കറണ്ട് ആണെങ്കിലും ആ ഒരു 0.5 സെക്കൻഡ് അല്ലെങ്കിൽ 2 സെക്കൻഡ് കഴിഞ്ഞിട്ട് വർക്ക് ചെയ്യുള്ളൂ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, ഇൻവേഴ്സ് ടൈം റിലേ ആണ്. ഇൻവേഴ്സ് ടൈം റിലേ എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും, ഓപ്പറേറ്റിംഗ് കറണ്ട് കൂടുതലാണെങ്കിൽ വളരെ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ടാകും, അത് കട്ട് ഓഫ് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ ബ്രേക്ക് ചെയ്ത് കളഞ്ഞിട്ടുണ്ടാകും. എന്നാൽ ഓപ്പറേറ്റിംഗ് കറണ്ട് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഫോൾട്ട് കറണ്ട് വളരെ കുറവാണെങ്കിൽ വളരെ കൂടിയ സമയം എടുത്തിട്ട് എന്ത് ചെയ്യുള്ളൂ, അത് ഓപ്പറേഷൻ എന്ത് ചെയ്യുള്ളൂ, അത് കട്ട് ചെയ്ത് കളയുള്ളൂ, സർക്യൂട്ട് ബ്രേക്കറിന് ഓപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പം ഇതാണ് ഇൻവേഴ്സ് ടൈം റിലേ എന്ന് പറഞ്ഞാൽ. ഇനി പറയാനുള്ളതാണ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് ഓവർ വോൾട്ടേജ്. ഇപ്പോൾ ഒരു ഓവർ വോൾട്ടേജിന് എഗെയിൻസ്റ്റ് എന്തൊക്കെ പ്രൊട്ടക്ഷനാണ് നമുക്ക് വേണ്ടതെന്നാണ് പറയാനുള്ളത്. അപ്പോൾ ആദ്യം പറയാനുള്ളതാണ് വോൾട്ടേജ് സർജ്. വോൾട്ടേജ് സർജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെ കാര്യം കൊണ്ടാണ് ഓവർ വോൾട്ടേജ് ഉണ്ടെന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ആദ്യം വോൾട്ടേജ് സർജ് എന്ന് പറഞ്ഞാൽ എ സഡൻ റൈസ് ഇൻ വോൾട്ടേജ് ഫോർ വെരി ഷോർട്ട് ഡ്യൂറേഷൻ ഓൺ ദ പവർ സിസ്റ്റം ഇസ് നോൺ ആസ് വോൾട്ടേജ് സർജ് ഓർ ട്രാൻസിയന്റ് വോൾട്ടേജ്. ഒരു ചെറിയ ഡ്യൂറേഷൻ ഓഫ്, ഏറ്റവും ഷോർട്ടായിട്ടുള്ള ഡ്യൂറേഷൻ ഓഫ് ടൈമിൽ വോൾട്ടേജിൻ്റെ വളരെ പെട്ടെന്നുള്ള ഒരു റൈസിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറഞ്ഞാൽ ശരിക്കും വോൾട്ടേജ് സർജ് എന്ന് പറയും. ഷോർട്ട് ഡ്യൂറേഷൻ ടൈമിൽ പിന്നെ വളരെ പെട്ടെന്നുള്ള സഡൻ റൈസ് ഓഫ് വോൾട്ടേജിനെ പറയുന്ന പേരാണ് വോൾട്ടേജ് സർജ് എന്ന് പറഞ്ഞു. പിന്നെ വോൾട്ടേജ് സർജ് അല്ലെങ്കിൽ ട്രാൻസിയൻറ്റ് വോൾട്ടേജ് എന്നൊക്കെയാണ് ഇത് നമ്മൾ പറയാറുള്ളത്. ഈ ട്രാൻസിയൻറ്റ് അല്ലെങ്കിൽ സർജ് എന്ന് പറഞ്ഞാൽ ടെമ്പററി നേച്ചറാണ്, നേച്ചറിൽ ടെമ്പററി ആയിട്ട് ഉണ്ടാകുന്നതാണ്. അത് വളരെ കുറഞ്ഞ സമയം മാത്രം എന്ത് ചെയ്യുള്ളൂ, എക്സിസ്റ്റ് ചെയ്യുള്ളൂ. പക്ഷെ അതെന്ത് ചെയ്യും, വലിയൊരു വോൾട്ടേജ്, ഓവർ വോൾട്ടേജ് പവർ സിസ്റ്റത്തിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ വലിയൊരു വോൾട്ടേജ് ഉണ്ടാക്കാൻ പവർ സിസ്റ്റത്തിൽ അത് കാരണമാകും. They originate from the switching and from other causes, but the most important answer are those caused by lighting strike transmission. ഇത് ഒറിജിനേറ്റ് ചെയ്യുന്ന ഈ ഒരു വോൾട്ടേജ് സർജ് ഒറിജിനേറ്റ് ചെയ്യുന്നത് നമ്മൾ സ്വിച്ചിങ് ഓപ്പറേഷനൊക്കെ നടത്തുന്ന സമയത്ത് അല്ലെങ്കിൽ മറ്റു കാരണങ്ങൾ കൊണ്ടൊക്കെ എന്താകാം, വോൾട്ടേജ് സർജ് ഉണ്ടാകാം. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാരണം എന്ന് പറഞ്ഞാൽ ലൈറ്റിംഗ് സ്ട്രൈക്സ് ഓൺ ട്രാൻസ്മിഷൻ ലൈൻ. നമ്മളെ ലൈറ്റിനിങ് മിന്നൽ എന്ത് ചെയ്യാം, ട്രാൻസ്മിഷൻ ലൈനിൽ സ്ട്രൈക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഏറ്റവും കൂടുതലായിട്ടൊരു വോൾട്ടേജ് സർജ് ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ.